ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഈ സായം സന്ധ്യയിൽ നമ്മൾ ഈ പ്രാർത്ഥന കേൾക്കാനായി വന്നിരിക്കുമ്പോൾ വീടില്ലാതെ വേദനിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും സ്വന്തമായി വീടുള്ളവരായിരിക്കാം. അപ്പോൾ ഇതെനിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയല്ലല്ലോ എന്ന് കരുതി ആരും പ്രാർത്ഥിക്കാതെ ഇരിക്കരുത് കേട്ടോ. നിങ്ങൾ ഈ പ്രാർത്ഥന മുഴുവനായിട്ട് കേൾക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു പരിശുദ്ധ മറിയവും നിങ്ങൾക്കൊന്നു ചൊല്ലാമോ? വീടില്ലാതെ വേദനിക്കുന്ന മക്കളെ സമർപ്പിച്ച് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചേ. 100 പേരാണ് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പോലും ഭവനമില്ലാത്ത 100 കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുമല്ലോ നിങ്ങളുടെ ഈ ഒരു കൊച്ചു പ്രാർത്ഥന കൊണ്ട്. ചിലപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു പ്രാർത്ഥന മതി അവരുടെയൊക്കെ ജീവിതത്തിലെ തടസ്സങ്ങൾ എടുത്തു മാറ്റപ്പെടാൻ, പുതിയ വഴികൾ തുറക്കപ്പെടാൻ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളുമാണ് അനുഗ്രഹിക്കപ്പെടുന്നതെന്ന് നമുക്ക് മറക്കാതിരിക്കാം. നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പാം. ദൈവമേ, ഭവനമില്ലാത്ത എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി പേര് ഈ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട് ഈശോയെ. അവരുടെ നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ, ആഗ്രഹങ്ങളെ, വീടെന്ന അവരുടെ സ്വപ്നത്തെയൊക്കെ ഈ പ്രാർത്ഥനയോടൊപ്പം ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. ഭവനമില്ലാതെ വേദനിക്കുന്നവരെ, ഭവനത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നവരെ, ഭവനത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ പറ്റാതെ തടസ്സപ്പെട്ട് നിൽക്കുന്ന മക്കളെല്ലാം ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ ഈശോയെ. ഓരോ മക്കളുടെയും സങ്കടങ്ങളെ കേൾക്കണമേ ഈശോ. സ്വന്തമായി ഒരു ഭവനമെന്ന എല്ലാവരുടെയും ആഗ്രഹത്തെ ഈശോയെ ഈ സമയം നീ ഏറ്റെടുക്കണമേ. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണെന്നും, കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കമിളപ്പ് വെറുതെയാണെന്നുമുള്ള ദൈവവചനം അനുസരിച്ചുകൊണ്ട് അടിയങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഭവന നിർമ്മാണത്തിന് വേണ്ട സമ്പത്തും സാഹചര്യവും സഹകാരികളെയും ക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഔസേപ്പിതാവേ, വീടില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളുടെ ആവശ്യങ്ങളൊക്കെ ഈ സമയം ഈശോയ്ക്ക് കൊടുത്തവർക്കായി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്കെല്ലാവർക്കും വീടില്ലാത്ത സകല മക്കളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇനി ഞാൻ നിങ്ങളെ ഒരു പ്രാർത്ഥന പരിചയപ്പെടുത്താം കേട്ടോ. വീടിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മക്കൾ, അല്ലെങ്കിൽ അത് പൂർത്തിയാക്കാൻ പറ്റാത്തവർ, അങ്ങനെയുള്ളവരെല്ലാം ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. അത് വീടിൻ്റെ ശിലാസ്ഥാപനം മുതൽ നമ്മൾ വീട് പുരവാസ്തോലി വരെയുള്ള ദിവസം വരെ നിങ്ങൾക്കെന്നും ഇത് ചൊല്ലാവുന്നതാണ്. ഞാൻ ഈ പ്രാർത്ഥന കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം കേട്ടോ. നിങ്ങൾ എഴുതിയെടുത്ത് ഇപ്പോൾ വീടിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മക്കളെല്ലാം എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലണം. നല്ല പ്രാർത്ഥനയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ താമസത്തിനുമായി ഞങ്ങൾ പണി ആരംഭിച്ചിരിക്കുന്ന വീടിനെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ നിർമ്മാണ ജോലികളിൽ അങ്ങ് സംപ്രീതനാകണമേ. അങ്ങ് വീട് പണിയുന്നില്ലെങ്കിൽ ഞങ്ങളുടെ അധ്വാനം വിഫലമാകും. ദൈവമേ, അങ്ങയുടെ പൈതൃകമായ പരിലാളനയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ നിർമ്മാണ വേലകളുമായി മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ അപകടങ്ങളിലും പ്രതിസന്ധികളിലും നിന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ കാത്തുപരിപാലിക്കണമേ. നിയുക്ത കാവൽ മാലാഖിയുടെ സംരക്ഷണം ഈ വീടിന് എന്നും ഉണ്ടാകുമാറാകട്ടെ. യഥാകാലം ഈ നിർമ്മാണ വേല പൂർത്തിയാക്കി ഞങ്ങൾക്കെല്ലാവർക്കും പുതിയ ഭവനത്തിൽ ഒന്നിച്ചുകൂടി അങ്ങയെ സ്തുതിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. ആമേൻ.